ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ കുറെ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യുമോളെ? അപ്പൊ ഇന്ന് നമ്മളൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് കറി വെക്കല്. ആദ്യമായിട്ടല്ല, ഇതിനിടയ്ക്കല ഞാൻ സാമ്പാർ അങ്ങനത്തെ വെച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് ഞാൻ ചിക്കൻ കറി വെക്കുന്നത്. അപ്പൊ എങ്ങനെ ചിക്കൻ കറി വെക്കുന്നതെന്നും അറിയില്ല. നമ്മളൊരു യൂട്യൂബ് ചാനലിനെ നോക്കിയിട്ടാണ് അതുപോലെ തന്നെ വെക്കുന്നത്. അപ്പോ അങ്കിളും എല്ലാരും പറഞ്ഞു ഇന്ന് മരുമോക്ക് കറി വെക്കാൻ കൊടുക്കുക, അതുകൊണ്ട് ചിക്കനിൽ മേടിച്ചിട്ടാ വന്നിട്ടുള്ളത്. അപ്പൊ ഞാനും ദിയമോളും കൂടിയാണ് ചിക്കൻ കറി വെക്കുന്നതല്ലേ. നമുക്ക് രണ്ടാൾക്കും ഒന്നും അറിയില്ല. അപ്പം ഉള്ളിയും തക്കാളി എല്ലാം വിചിതമായിട്ട് മുറിച്ച് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ചിക്കൻ കറി വെക്കാന്നുള്ളത് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് കഴുകി എടുത്തിട്ടുണ്ടായത്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് പെരക്കി കൊടുക്കണം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അളവൊന്നും അറിയില്ല, നമ്മൾ ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ചിക്കൻ ചെറിയ രീതിയിൽ ഫ്രൈ ആവുന്ന രീതിയിൽ നമുക്ക് എടുക്കണം. അപ്പോൾ ഈ ചിക്കൻ ഇട്ട് കഴിഞ്ഞപാട് കുറേ വെള്ളം വന്നു. എവിടുന്ന് ഇത്ര വന്നതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ 1.5 കിലോ ചിക്കന് ഞാൻ കാരണം കൊളായി എന്നെല്ലാം വെച്ചു. അപ്പോൾ അമ്മമ്മ വന്നിട്ട് പറഞ്ഞു ഇത് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചിക്കനിൽ വെള്ളം ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞു. അല്ലെങ്കിൽ ഇളക്കി കഴിയുമ്പോൾ അങ്ങനെ സെറ്റ് ആവും എന്ന് പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു ആശ്വാസമായി. എന്നിട്ട് നമ്മൾ ഈ ചിക്കൻ കോരി മാറ്റിയ ശേഷം അതേ പാത്രത്തിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചപ്പറങ്കിയും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. ഒരു 5 മിനിറ്റ് വരെ ഇളക്കണം കേട്ടോ. ഈ പച്ച മണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിലേക്ക് തന്നെ ഞാനിവിടെ 3 ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായത്. 3 ഉള്ളി നമ്മൾ ഇഷ്ടത്തിന് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇവിടെ ഏറ്റവും പണി ഇങ്ങനെ ഇളക്കലാണ് പണി കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അന്നേരം തന്നെ ഒരു വകയാകും നമ്മൾ. ഇനി ഈ ഉള്ളി നന്നായിട്ട് ആയി കഴിഞ്ഞപാട് നമ്മൾ ഇതിൻ്റെ അകത്ത് പൊടിയെല്ലാം ചേർക്കണം. ഇതിൻ്റെ അകത്ത് ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇടാം. ഞാൻ ഈ 1 സ്പൂണിനെ കൊണ്ട് എടുക്കുന്നത്, കാരണം ഇതെല്ലാം വടിച്ചു വെക്കൽ ഞാൻ ഒറ്റക്കായിരിക്കും. അതുകൊണ്ട് നമുക്ക് 1 സ്പൂൺ എടുക്കുന്നത് ഏറ്റവും നല്ലത്, എല്ലാം ഇളക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നല്ലോണം ഇത് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ചേർക്കാനുള്ളത്. അപ്പം ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ 2 തക്കാളി എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടേണ്ടതാണ് ഉപ്പ്. നമ്മൾ നേരത്തെ ചിക്കൻ വറക്കുമ്പോൾ ഉപ്പ് പെരക്കിയിട്ടുണ്ടായിന്, അതുപോലെ ഇതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയും നമുക്ക് ഉപ്പിടേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കുറച്ച് തക്കാളിയെല്ലാം ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചിക്കൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, കുറച്ച് ഫ്രൈ ആക്കിയ പോലെ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ എനിക്ക് ഉപ്പിടാൻ അറിയാത്തതുകൊണ്ട് എൻ്റെ ഉപ്പ് വിദഗ്ധ അമ്മമ്മ വന്നിട്ട് ഉപ്പിട്ട് തന്നു. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കുരുമുളക് പൊടിയും മല്ലിച്ചപ്പും ഇട്ടിട്ടുണ്ടായിനെ, പക്ഷെ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അങ്ങനെ എൻ്റെ ചിക്കൻ കറിയുടെ ലാസ്റ്റ് റെഡിയായി. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല എന്നാ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ആയതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, എന്നാലും നല്ല സന്തോഷം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.